Good morning. Today going to talk about impact of environment towards health. Health policy and healthcare system എന്ന് പറയുന്ന സബ്ജക്റ്റിലെ നയൻത്ത് യൂണിറ്റിലെ പോർഷനാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇമ്പാക്റ്റ് ഓഫ് എൻവയോൺമെൻറ്റ് ടുവാർഡ്സ് ഹെൽത്ത്. Human interact with environment constantly. These interaction affect quality of life, year of healthy life lived and health disparities. അതായത് ഹ്യൂമൻസ് എപ്പോഴും എൻവയോൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അത് നമുക്ക് ക്വാളിറ്റി ഓഫ് ലൈഫിനെയും അതേപോലെ തന്നെ ഹെൽത്തി ലൈഫിനെയൊക്കെ ഇയർ ഓഫ് ഹെൽത്തി ലൈഫ് ആരോഗ്യമുള്ള ജീവിതകാലം ഇതിനെയൊക്കെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിഫൈൻസ് എൻവയോൺമെൻറ്റ് റിലേറ്റ് ടു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള എൻവയോൺമെൻറ്റിനെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓൾ ഫിസിക്കൽ കെമിക്കൽ ബയോളജിക്കൽ ഫാക്ടേഴ്സ് എക്സ്റ്റേണൽ ടു പേഴ്സൺ ആൻഡ് ഓൾ റിലേറ്റഡ് ബിഹേവിയർ. ഫിസിക്കലായിട്ടുള്ളതും ഭൗതികമായിട്ടുള്ളത് രാസപരമായിട്ടുള്ളത് ജൈവപരമായിട്ടുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള ഭാഗങ്ങളെയാണ് ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ ആയിട്ടുള്ള ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് എൻവയോൺമെൻറ്റ് എന്ന് പറയുന്നത്. എൻവയോൺമെൻറ്റ് ഹെൽത്ത് കൺസിസ്റ്റ് ഓഫ് പ്രിവെൻറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഡിസീസസ്, ഇഞ്ചുറി, ഡിസബിലിറ്റി റിലേറ്റഡ് ടു ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ പീപ്പിൾ ആൻഡ് എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റ് ഹെൽത്തിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക ഡിസീസസ്, പിന്നെ ഇഞ്ചുറികൾ, മുറിവുകൾ, വൈകല്യങ്ങൾ, അതൊക്കെ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക, അതിനെ പ്രിവെൻറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. Then the World Health Organization recently released the profiles environmental burden of diseases of 192 countries. 192 രാജ്യങ്ങളിൽ എൻവയോൺമെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഉണ്ട്. മെയിനായിട്ട് വരുന്നത് അൺസേഫ് വാട്ടർ, സാനിറ്റൈസേഷൻ ആൻഡ് ഹൈജീൻ, ഇൻഡോർ എയർ പൊല്യൂഷൻ ആൻഡ് ഫ്രം ഫ്യൂൽ യൂസ് ആൻഡ് ഔട്ട്ഡോർ എയർ പൊല്യൂഷൻ. The profiles also provide estimate the prevent of health impact of environment. അപ്പോൾ ഇതാണ് മെയിനായിട്ട് അൺസേഫ് വാട്ടർ, സാനിറ്റൈസേഷൻ ആൻഡ് ഹൈജീൻ, ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ എയർ പൊല്യൂഷൻ ആണ് ബാധിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെഷേഴ്സാണ് നമ്മൾ മെയിനായിട്ട് എടുക്കേണ്ടത്. അത് പല കൺട്രീസിലും പല രീതിയിലാണ് എടുക്കുന്നത്. അത് ബിറ്റ്വീൻ 13 to 37 കൺട്രീസ് ഡിസീസ് ബർഡൻ കുഡ് ബി പ്രിവെൻറ്റഡ് ബൈ എൻവയോൺമെൻറ്റൽ ഇമ്പ്രൂവ്മെൻറ്റ് വരുന്നതിനനുസരിച്ച് അസുഖങ്ങൾ കുറയുന്നുണ്ട്. കൂടുമ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ഇല്ലാതെ വരുമ്പോൾ അസുഖങ്ങൾ കൂടാനും സാധ്യതയുണ്ട്. അപ്പോൾ ദ നമ്പർ ഓഫ് എൻവയോൺമെൻറ്റൽ ഡാലി പെർ 1000 പെർ ക്യാപിറ്റ ഇയർ റേഞ്ച് 14 to 316 അക്കോർഡിംഗ് ടു ദ കൺട്രി. അത് രാജ്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ട് വരുന്നുണ്ട്. ഡാലി റേറ്റൊക്കെ രാജ്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻവയോൺമെൻറ്റിലെ അസുഖങ്ങളെയും കാര്യങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. വൈ എൻവയോൺമെൻറ്റൽ ഹെൽത്ത് ഇമ്പോർട്ടൻറ്റ്? എന്തുകൊണ്ടാണ് എൻവയോൺമെൻറ്റൽ ഹെൽത്ത് ഇമ്പോർട്ടൻ്റ് ആവുന്നത്? എക്സ്പോഷർ ടു ഹസാർഡസ് സബ്സ്റ്റാൻസ് ഇൻ ദ എയർ, വാട്ടർ, സോയിൽ ആൻഡ് ഫുഡ്. ഫുഡിലൂടെയും സോയിലൂടെയും വാട്ടറിലൂടെയും എയറിലൂടെയൊക്കെ നമുക്ക് പലതരത്തിലുള്ള അപകടകരമായ മെറ്റീരിയൽസ് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അത് കൺട്രോൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. നാച്ചുറൽ ആൻഡ് ടെക്നോളജിക്കൽ ഡിസാസ്റ്റേഴ്സ്, നാച്ചുറലായിട്ടുള്ളതും ടെക്നോളജിക്കലായിട്ടുള്ള ഡിസാസ്റ്റർ, ദുരന്തങ്ങൾ, ക്ലൈമറ്റ് ചേഞ്ച്, ഒക്യുപ്പേഷണൽ ഹസാർഡ്സ്, ബിൽഡ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് ഇതിൽ വരുന്ന എൻവയോൺമെൻറ്റിനെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.